നമസ്കാരം. എല്ലാവരുടെയും പ്രവചനങ്ങളും സർവേയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഈ പ്രവചനങ്ങൾക്കും സർവേയ്ക്ക് ഒന്നും തന്നെ പിടികിട്ടാത്ത രീതിയിൽ ചില മണ്ഡലങ്ങൾ നിൽക്കുന്നുണ്ട്. അതിശക്തമായ ത്രികോണ മത്സരം ഉള്ളതുകൊണ്ട് വലിയ ഒരു പിരിമുറുക്കം മണ്ഡലത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമാണ് ചിലയിടങ്ങളിൽ കാണുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, വടകര ഈ മണ്ഡലങ്ങളാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലുമൊക്കെ പലരും പ്രവചിക്കുകയും സർവേയൊക്കെ പൂർത്തിയായത് LDF ഇത്ര, UDF ഇത്ര. അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് തിരിച്ചു പിടിക്കുക, UDFനെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തുക, 19 പോയിട്ട് 20 നേടിയെടുക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം. NDA കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവുമാണ് നടക്കുന്നത്. അത് തിരുവനന്തപുരമാണ് അത് നോക്കുമ്പോൾ പിടികിട്ടാതെ നിൽക്കുന്നത്. അതിശക്തമായൊരു മത്സരമാണ്. പന്ന്യൻ രവീന്ദ്രനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം തുടരുമ്പോൾ ആലപ്പുഴയിൽ മറ്റൊരു ചിത്രമാണ് കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം മണ്ഡലത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആലപ്പുഴയുടെ ചിത്രം തന്നെ മാറുകയാണ് ചെയ്തത്. കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ആലപ്പുഴ ആദ്യം ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ആവേശം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ അതിപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ മനസ്സിലാക്കി അത് A ക്ലാസ് മണ്ഡലമാണ് എന്ന്. അങ്ങനെ അവിടെ KC വേണുഗോപാലും അതുപോലെ തന്നെ CPMൻ്റെ കനൽ ഒരു തരി മതി അത് നിലനിർത്താനായിട്ടുള്ള ശ്രമം CPM നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ അക്കൗണ്ട് തുറക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വോട്ട് കൂടുതൽ സമാഹരിക്കുക. കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം 2019 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 2,40,80,000 വോട്ടാണ് പിടിച്ചത്. അതുകൊണ്ടാണ് മുരളീധരൻ ഈ മണ്ഡലത്തിലേക്ക് തന്നെ നോട്ടമിട്ട് മത്സരിക്കാൻ ഇറങ്ങിയതും. പിന്നീട് നമ്മൾ കാണുന്നത് തൃശ്ശൂരാണ് അതിശക്തമായിട്ടുള്ള മത്സരം കാണുന്നത്. ഒരുപക്ഷെ ജൂൺ 4 ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളം മുഴുവൻ അങ്ങോട്ടേക്കായിരിക്കും പോവുക. ആരായിരിക്കും എന്നുള്ളതാണ്. സുരേഷ് ഗോപിയും മുരളീധരനും സുനിൽകുമാറുമാണ്. മുരളീധരനെ ഇറക്കിയത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. പത്മജ BJPയിലേക്ക് പോയപ്പോൾ അതിനിട്ട് പകരം വീട്ടുക എന്നുള്ള രീതിയിലാണ് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കിയത്. പിന്നീടുള്ള മത്സരം നമ്മൾ കാണുന്നത് വടകരയിലാണ്. വടകരയിൽ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നേരെ വടകരയിൽ കൊണ്ടെത്തിച്ചത്. വടകരയാണ് CPMൻ്റെ അഭിമാന പോരാട്ടമാണ്. 2009 CPMൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മണ്ഡലം. പാർട്ടിക്ക് അടിത്തറയുള്ള ഇടമാണ്. പക്ഷേ RMPയുടെ പ്രവർത്തനവും KK രമയുടെ പിന്നീടുള്ള വിജയവും TP വധക്കേസ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ചെളി വാരി എറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അവിടെ വലിയ മുന്നേറ്റം കുറിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാൻ ഷാഫിക്ക് സാധിക്കും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പോലും വിലയിരുത്തൽ. അപ്പോൾ എന്തായാലും അതിശക്തമായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ തിരുവനന്തപുരവും ആലപ്പുഴയും തൃശ്ശൂരും വടകരയുമാണ്. മറ്റുള്ള മണ്ഡലങ്ങളൊക്കെ പലർക്കും സാധാരണക്കാർ പോലും അവിടുത്തെ സ്ഥിതിവിശേഷം കണ്ടിട്ട് പറയാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ കൊല്ലത്ത് മത്സരം അതിശക്തമാണ്. പക്ഷേ പ്രേമചന്ദ്രൻ ഓരോ തവണ വരുമ്പോഴും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേരളത്തിലുള്ള വോട്ടർമാർക്കൊന്നും സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലാണ് മത്സരം അതിശക്തമായിട്ട് മുന്നേറുന്നത്. ഇവിടെയൊക്കെ തന്നെ പിരിമുറുക്കം ഉണ്ടാകുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തിരുവനന്തപുരത്ത് തന്നെ CPIക്ക് കുറേ നാളുകളായിട്ട് ഈ 3ാം സ്ഥാനത്ത് നിൽക്കുക.
ആ മൂന്നാം സ്ഥാനത്തിൽ നിന്ന് കയറി വരണം എന്നും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അതിശക്തമായ മത്സരം നടക്കുന്നത് NDAയും ശശി തരൂരും തമ്മിലുള്ള മത്സരമാണ്. അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആലപ്പുഴ, തൃശ്ശൂർ, വടകര ഇവിടങ്ങളിലാണ് കേരളം കൂടുതൽ പിരിമുറുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ ആര് നേടും, ആര് തിരിച്ചു പിടിക്കും, ആര് അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ് അറിയേണ്ടത്.